നമസ്കാരം. ഇൻസൈഡ് കേരള സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അന്ന് കൊച്ചി രാജ്യത്തുണ്ടായിരുന്ന ജീവിതചര്യകളും ആചാരങ്ങളുമെല്ലാം ഇന്ന് നമുക്ക് വളരെ വിചിത്രമായി തോന്നിയേക്കാം. എന്നാൽ അന്ന് കേരളത്തിലുണ്ടായിരുന്ന മറ്റ് രാജവംശങ്ങളെപ്പോലെ തന്നെ കൊച്ചി രാജവംശവും ഇതേ ആചാരങ്ങൾ പാലിച്ചു വന്നിരുന്നു. അന്നത്തെ കൊച്ചി രാജ്യത്തെയും രാജാക്കന്മാരെയും ചിത്രങ്ങളിലൂടെയും ജീവിത ചരിത്രങ്ങളിലൂടെയും കൃത്യമായി മനസ്സിലാവുന്ന തരത്തിൽ വരച്ചു കാട്ടാൻ സാധിക്കുന്നുണ്ട് പുരാവസ്തുവകുപ്പിൽ. പന്ത്രണ്ടാം നൂറ്റാണ്ടിനും 13-ാം നൂറ്റാണ്ടിനും ഇടയിൽ വന്നേരിയിലെ പെരുമ്പടപ്പ് എന്ന ഗ്രാമത്തിലായിരുന്നു സ്വരൂപത്തിൻ്റെ ആസ്ഥാനം. 13-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം കോഴിക്കോട്ടെ സാമൂതിരി വന്നേരി ആക്രമിച്ചപ്പോൾ ആസ്ഥാനം മഹോദയപുരത്തേക്ക് മാറ്റി. പിന്നീട് സാമൂതിരി തൃക്കണ്ണാമതിലകം ആക്രമിച്ചപ്പോൾ 1405 പെരുമ്പടപ്പ് സ്വരൂപം ആസ്ഥാനം കൊച്ചിയിലേക്ക് മാറ്റി. കൊച്ചിയിൽ കൽവത്തി കൊട്ടാരമായിരുന്നു ആദ്യത്തെ ആസ്ഥാനമെങ്കിലും 1555 മട്ടാഞ്ചേരി കൊട്ടാരത്തിലേക്ക് മാറ്റി. 1755 രാജകുടുംബം തൃപ്പൂണിത്തുറയിൽ താമസമാക്കി. തൃശ്ശൂരും ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ആസ്ഥാനം ഹിൽ പാലസിലേക്ക് മാറ്റി. കൊച്ചി രാജകുടുംബം മരുമക്കത്തായമാണ് പിന്തുടർന്നിരുന്നത്. ഭരണാധികാരം പുരുഷന്മാർക്കായിരുന്നു. കൊച്ചി രാജ്യചരിത്രത്തിലെ ഒരേ ഒരു സ്ത്രീ ഭരണാധികാരിയാണ് റാണി ഗംഗാധരലക്ഷ്മി. 1656 മുതൽ 1658 വരെയാണ് റാണിയുടെ ഭരണകാലം. വെട്ടത്തുനാട്ടിൽ നിന്ന് ദത്തെടുത്ത രാമവർമ്മയുടെ രക്ഷാധികാരിയായിട്ടാണ് റാണി ഗംഗാധരലക്ഷ്മി ഭരണം നടത്തിയത്. പോർച്ചുഗീസുകാരുടെ പിന്തുണയോടെ റാണി അംഗമായിരുന്ന ഇളയ താവഴിയും ഡച്ചുകാരുടെ പിന്തുണയോടെ മൂത്ത താവഴിയും തമ്മിൽ നടന്ന യുദ്ധത്തിൽ റാണിയുടെ പക്ഷം തോൽക്കുകയാണ് ഉണ്ടായത്. ഇരുണ്ട നിറത്തിൽ ആകർഷണീയയായ ഒരു വനിത എന്നാണ് റാണിയെ ചില രേഖകളിൽ വർണ്ണിച്ചിരിക്കുന്നത്. അഞ്ച് താവഴികൾ ചേർന്നതായിരുന്നു പെരുമ്പടപ്പ് സ്വരൂപം. മൂത്ത താവഴി, ഇളയ താവഴി, മുരിങ്ങൂർ താവഴി, പള്ളുരുത്തി താവഴി, ചാഴൂർ താവഴി,
എന്നിവയാണ് 5 താവഴികൾ. 5 താവഴികളിൽ വെച്ച് പ്രായത്തിൽ മൂപ്പ് കൂടിയ വ്യക്തി ഭരണാധികാരിയാകുകയാണ് പതിവ്. കാലക്രമേണ ഭരണം ഇളയ താവഴിക്ക് മാത്രമായി. ഇളയ താവഴിയിൽ സന്തതിയില്ലാതെ വന്നാൽ മറ്റേതെങ്കിലും താവഴിയിൽ നിന്ന് ദത്തെടുക്കുക എന്ന സമ്പ്രദായം നിലവിൽ വന്നു. പോർച്ചുഗീസ് കാലഘട്ടത്തിനൊടുവിൽ ഇളയ താവഴിയിൽ സന്തതിയില്ലാതെ വന്നപ്പോൾ മറ്റ് 4 താവഴികളിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് ദത്തെടുത്ത് ആഭ്യന്തര കലഹത്തിന് വഴിയൊരുക്കി. ഇളയ താവഴിയെ തുണച്ചിരുന്ന പോർച്ചുഗീസുകാരെ ഡച്ചുകാർ തോൽപ്പിക്കുകയും മൂത്ത താവഴിയിലെ വീരകേരളവർമ്മയെ വാഴിക്കുകയും ചെയ്തു. മറ്റ് താവഴികളിൽ സന്തതികളില്ലാതെ വന്ന സമയത്ത് 1752 ചാഴൂർ താവഴിയിൽ നിന്ന് 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ദത്തെടുത്തു. ഇന്നുള്ള കൊച്ചി രാജകുടുംബം ആ പെൺകുട്ടിയുടെ സന്തതി പരമ്പരകളാണ്. കേരളവും വിദേശ രാജ്യങ്ങളുമായുള്ള വാണിജ്യ ബന്ധങ്ങൾക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ഏലം, ഇഞ്ചി, കുരുമുളക് എന്നിങ്ങനെയുള്ള സുഗന്ധദ്രവ്യങ്ങൾക്ക് പുറമെ വിലപിടിപ്പുള്ള രത്നങ്ങളും ആനക്കൊമ്പും ആന, മയിൽ, കുരങ്ങ് തുടങ്ങിയ പക്ഷിമൃഗാദികളും വരെ അറബിക്കടൽ വഴി കയറ്റുമതി ചെയ്തിരുന്നു. പണം തിരയടിച്ചിരുന്ന അറബിക്കടലിൻ്റെ റാണിയായിരുന്നു കൊച്ചി. രണ്ടാം ചേര പെരുമാക്കന്മാരുടെ വാഴ്ച അവസാനിച്ചതോടെ കൊച്ചി ഉൾപ്പെട്ട പ്രദേശം പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ അധീനതയിലായി. ചെറിയ തോതിലുള്ള ആഭ്യന്തര കലഹങ്ങളോടൊപ്പം സാമൂതിരിയുടെ ആക്രമണം കൂടിയായപ്പോൾ പെരുമ്പടപ്പ് സ്വരൂപത്തിലെ അംഗങ്ങൾ ആസ്ഥാനം കൊച്ചിയിലേക്ക് മാറ്റുകയും കൊച്ചി രാജ്യം നിലവിൽ വരികയും ചെയ്തു. സ്വതന്ത്ര ഇന്ത്യൻ യൂണിയനിൽ ആദ്യം ചേർന്ന നാട്ടുരാജ്യങ്ങളിൽ ഒന്ന് കൊച്ചിയായിരുന്നു. യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളോ ആവശ്യങ്ങളോ ഉന്നയിക്കാതെയാണ് കൊച്ചി ഇന്ത്യൻ യൂണിയനിൽ ചേർന്നത്.
കൊച്ചി രാജാക്കന്മാർ നാട്ടുകാരുടെയും കുടുംബാംഗങ്ങളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. ഏകദേശം 3 വയസ്സിൽ എഴുത്തിന് വെച്ചതിന് ശേഷമാണ് രാജകുടുംബത്തിലെ കുട്ടികൾ പഠനം ആരംഭിക്കുക. ഇംഗ്ലീഷ് ഭാഷ പ്രചാരത്തിലെത്തും വരെ പരമ്പരാഗത രീതിയിൽ സംസ്കൃതവും മലയാളവുമാണ് അഭ്യസിച്ചിരുന്നത്. സംസ്കൃതം, സാഹിത്യം, കൂടാതെ ജ്യോതിശാസ്ത്രം, വൈദ്യം തുടങ്ങിയ ശാസ്ത്രശാഖകളിലും പലരും പ്രാവീണ്യം നേടിയിരുന്നു. ബ്രിട്ടീഷുകാരുടെ വരവോടെ ആധുനിക തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലവിൽ വന്നു. രാജകുടുംബത്തിലെ കുട്ടികൾക്ക് തൃപ്പൂണിത്തുറയിലെ കളിക്കോട്ടയിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം ലഭിച്ചിരുന്നത്. ആൺകുട്ടികൾ അതിനുശേഷം പ്രിൻസസ് ബ്രാഞ്ച് എന്നറിയപ്പെട്ടിരുന്ന ചെറിയ സ്കൂളിലും പിന്നീട് ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലുമായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കും. ആൺകുട്ടികളുടെ ബിരുദ പഠനം എറണാകുളം മഹാരാജാസ് കോളേജിലും ഉന്നത വിദ്യാഭ്യാസം മദിരാശി, ബനാറസ്, പൂനെ തുടങ്ങിയ നഗരങ്ങളിലുമായിരുന്നു.